Hello everyone, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ട്രാവൽ വ്ളോഗായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. And this time we are going to Georgia. Always have one hand steering. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേ ഈസ് ഇൻ കുത്തൈസി. യൂഷ്വലി എല്ലാവരും ടിബ്ലിസി എയർപോർട്ടിലാണ് ഇറങ്ങാറ്. ഞങ്ങൾ കുത്തൈസി എയർപോർട്ടിലേക്കാണ് ടിക്കറ്റ് എടുത്തത്, കാരണം കുറച്ചുകൂടി ചീപ്പറായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചൊരു വേറൊരു ഏരിയ കൂടി കവർ ചെയ്യാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുത്തൈസിക്ക് ബുക്ക് ചെയ്തത്. ഓൾസോ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഒരു ഹോസ്റ്റലിലാണ്. ആക്ച്വലി നമ്മുടെ ഒരു ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ദിസ് വാസ് വെരി വെൽ പ്ലേസ്ഡ്, ഇറ്റ്സ് നോട്ട് സോ ഫാർ അവേ ഫ്രം ദ സിറ്റി. പിന്നെ ഈ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഒരു വലിയ വിൻഡോ ഉണ്ടായിരുന്നു. അവിടെ നമുക്കിങ്ങനെ പുറത്തേക്ക് നോക്കി കുത്തൈസി സിറ്റി മൊത്തം കാണാം. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി എ ക്യൂട്ട് പ്ലേസ് ടു ബി ഓണസ്റ്റ്. വളരെ നീറ്റ് ആയിരുന്നു, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു മിനിമലിസ്റ്റിക് മോഡേൺ ലുക്കിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവർക്ക് തന്നെ ഒരു കുട്ടി മെസ് അല്ലെങ്കിൽ എന്താ പറയുക കിച്ചൺ എന്ന് പറയാം, അവർ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് തരുന്നുണ്ട്. ബേസിക്കലി ലൈക്ക് എ ഹോസ്റ്റൽ. നമുക്ക് ഒരു ജസ്റ്റ് 1 night സ്റ്റേക്ക് ദിസ് വാസ് എ പെർഫെക്റ്റ് പ്ലേസ്. കാർഡ് പേയ്മെന്റ് കുറിച്ച് ചോദിക്കാം. അതെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിപ്പോൾ സിറ്റി കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. പൈസ കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ പാസ്പോർട്ട് എടുക്കാത്തോണ്ട് പാസ്പോർട്ട് എടുത്തില്ല. ആരാ എടുക്കാതിരുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാസ്പോർട്ട് എടുക്കാൻ, പക്ഷെ എടുത്തില്ല. എല്ലാവർക്കും മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? അപ്പൊ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി. എന്റെ ഈ ബാഗിലുള്ള പാസ്പോർട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചില്ല. ഞാൻ പറഞ്ഞു പാസ്പോർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുള്ളൂ. ഞാനെടുത്ത് പുറത്തേക്കൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ വിചാരിച്ചു. ആക്ച്വലി രാവിലെ പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ഓംലെറ്റ് മാത്രം കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. അപ്പൊ അവസാനം ഇപ്പൊ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? റൈസ് വിത്ത് സംതിങ്. വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്താ തോന്നുന്നു? പക്ഷെ അപ്പൊ അത് ഭയങ്കര ജ്യൂസി ആണെന്ന് മനസ്സിലായില്ലേ? ഇതിപ്പോ എവിടുന്ന അപ്പൊ ജ്യൂസി ആവാണ്ടിരിക്കാൻ കഴിക്കുക? ഓ, ഇറ്റ്സ് ഫുൾ ഓഫ് മീറ്റ് ഇൻസൈഡ്. കോമഡി എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒന്നും പേരാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങള് ഒരു മൊനാസ്ട്രി തപ്പി നടക്കാം. എവിടെയാന്ന് അറിഞ്ഞൂടാ. പിന്നെ സിമ്മും ഇല്ല, അതുകൊണ്ട് നെറ്റും ഇല്ല. അപ്പൊ പിന്നെ മാപ്പ് ഇടാൻ പറ്റില്ല. നോക്കി നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. എനിക്കത് തണുപ്പ് പോകുന്നു. എൻ്റെ കൈയൊക്കെ മരവിച്ച് നിൽക്കാം. കണ്ണിൽ കണ്ട പെമ്പിളാരും വായ നോക്കി നടക്കുന്ന ബ്ലഡി ഫൂൾസ്. ആൾക്കാര് വെറുതെ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുക. എനിക്ക് യാതൊരു രസമില്ല. എനിക്ക് നൈസായിട്ട് വേണമെങ്കിൽ ചെക്കന്മാരെ നോക്കാം, പക്ഷെ ഞാൻ ചെയ്യൂല. കാരണം നോട്ട് ഇൻട്രസ്റ്റഡ്. ഒമാൻ ട്രിപ്പില് പോയപ്പോഴും അസർബൈജാൻ പോയപ്പോഴും എന്തായിരുന്നു വായനോട്ടം. ഇല്ല സോറി. അങ്ങനെ നടന്ന് ആരോടൊക്കെ ചോദിച്ചു ടാക്സി ഒക്കെ പിടിച്ച് അവസാനം ഉദ്ദേശിച്ച മൊനാസ്ട്രിയിൽ എത്തി. പക്ഷെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇറ്റ്സ് എ നോർമൽ ഗുഡ് ഓൾഡ് ചർച്ച്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന്റെ ഭർത്താവിനെ പോലെ ഒരു ലോഡ് കാൻഡിൽസ് മേടിച്ച് കത്തിക്കാം. എന്തായാലും നല്ലൊരു തുടക്കമല്ലേ. നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് ദ ട്രിപ്പ് ആണ്. അപ്പൊ നമ്മൾ അവിടെ കുറച്ചു നേരം നിന്ന് പ്രാർത്ഥിച്ചു, കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ബാക്ക് ടു കുത്തൈസി സിറ്റിയിലേക്ക് തന്നെ പോയി. ആൻഡ് ഇവിടെ കാണുന്ന പോലെ തന്നെ ക്രിസ്മസും ന്യൂ ഇയർ സെലിബ്രേഷൻസിന്റെ എല്ലാം ഡെക്കറേഷൻസും കുട്ടി പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ night.
ആൻഡ് ഗുഡ് മോർണിംഗ്. ദിസ് ഇസ് എ ഫ്രഷ് സ്റ്റാർട്ട് ഇൻ ജോർജിയ. നമ്മൾ കുത്തൈസിൽ നിന്ന് ടിബ്ലീസിലേക്ക് പോവുകയാണ് ആൻഡ് വി ആർ ഗോയിങ് ബൈ ട്രെയിൻ ലീവ് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് നമുക്ക് രാവിലത്തെ കുറച്ച് സമയം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ തന്നെ അത്യാവശ്യം പേര് കേട്ടിട്ടുള്ള പ്രൊമീത്തിയസ് കേവിൽ പോകാമെന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പോൾ പ്രൊമീത്തിയസ് കേവിൻ്റെ അവിടെ എത്തി. പക്ഷേ ഇവിടെ എല്ലാം 30 മിനിറ്റ്സ് കൂടുമ്പോൾ ട്രിപ്പാണുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആക്ച്വലി കുറച്ച് നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ ട്രിപ്പ് പോയി കാണുമായിരിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം പറഞ്ഞു. നമ്മളിങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇപ്പോൾ കുത്തൈസി വിസിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഈ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാച്ചുറൽ സെറ്റപ്പുകൾ കാണാൻ പറ്റും. ഇതാ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പ്രൊമീത്തിയസ് കേവിൽ നിന്ന് ഇറങ്ങി. നമ്മൾക്ക് സതാപ്ലിയ റിസർവിൽ പോകണം എന്നുണ്ട്. പക്ഷേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് എന്താ അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇതേപോലെ ഇങ്ങനെ ഗൈഡഡ് ടൂർ ആണെങ്കിൽ മേ ബി അറൌണ്ട് 1 hour ചിലപ്പോൾ അവിടെയും സ്പെൻഡ് ആവും. അതിനുള്ള സമയം നമുക്കില്ല. നമുക്ക് 1:50 ഞാൻ ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 10 മിനിറ്റ്സ് മുമ്പ് അവിടെ എത്തണം. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 40 മിനിറ്റ് ഡ്രൈവ് ഉണ്ടെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് ടൈം എത്തുമെന്ന് അറിയില്ല. പക്ഷെ പോയി നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ എത്തുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് ഒരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്താൽ മതിയെങ്കിൽ വിൽ ബി എക്സാക്ട്ലി ഓൺ ടൈം. നമുക്ക് നെക്സ്റ്റ് ടൈം വരാം. അപ്പോൾ അവിടെ കൂടുതൽ നേരം നിന്നാൽ നമ്മുടെ ട്രെയിൻ മിസ്സാവുന്ന ഉറപ്പായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി ട്രെയിനിലിരുന്ന് സ്നാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തു. കുറച്ച് ജോർജിയൻ സ്പെഷ്യൽ ബ്രെഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചു ട്രെയിനിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ട്രെയിൻ വളരെയധികം ലേറ്റാണ്. അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വന്നു. പക്ഷേ എന്നാൽ പിന്നെ അവിടെ ആ ഒരു ഗൈഡഡ് ടൂറിനൊക്കെ പോയി വന്നാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ പക്ഷെ ഒരു 1 hour കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിൻ എത്തി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ളൊരു ട്രെയിൻ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മളിങ്ങനെ ഫോറസ്റ്റ് ഏരിയയുടെ അകത്തേക്ക് കൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ സ്നോ ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ടിബ്ലീസിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ദിസ് ഈസ് ഓൾസോ ബുക്ക് ത്രൂ Airbnb ഓർ booking.com. ഐ ഡോണ്ട് റിമെമ്പർ. ഒരു കുട്ടി സ്പേസ് ആണ്. ഓൾറെഡി ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലി താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ ഒരു ഫ്ലോറിലെ ഒരു റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവർക്ക് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് ഫെസ്റ്റിവൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഒബ്വിയസ്ലി ന്യൂ ഇയേഴ്സ് ഈവ്. ആൻഡ് ഒരു ക്യൂട്ട് കുട്ടി അപ്പാർട്ട്മെൻറ്റ്. അത്ര സ്പേഷ്യസ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈസ് ദ വ്യൂ. ലുക്ക് അറ്റ് ദ വ്യൂ. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ദൂരെ പോലെ തോന്നും. അത്യാവശ്യം അടുത്താണ്. ആൻഡ് ഇറ്റ്സ് അമേസിങ്. എന്തായാലും പിന്നീട് നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. വേഗം ഫ്രഷനപ്പായി നമ്മുടെ ന്യൂ ഇയേഴ്സ് ഈവ് കോസ്റ്റ്യൂമിലേക്ക് മാറി നമ്മൾ ടിബ്ലീസിലെ ഫ്രീഡം സ്ക്വയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ തണുപ്പില്ല അല്ലേ? അങ്ങനെ അവിടുത്തെ ന്യൂ ഇയേഴ്സ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നോട് സൂപ്പർ ലേറ്റ്. പക്ഷേ എന്ത് രസമല്ലേ ഇങ്ങനെ വേറൊരു കൺട്രിയിൽ ന്യൂ ഇയർ ഒക്കെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഒഫീഷ്യലി ടിബ്ലീസി സിറ്റി കാണാൻ ഇറങ്ങുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ ഫ്രം അവർ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ മോർണിംഗ് ബൈ ദ വേ.
രാവിലെ തന്നെ നമ്മൾ ഇവിടുത്തെ ബോട്ടോണിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഉള്ളത് ടിബ്ലിസി ബോട്ടോണിക്കൽ ഗാർഡൻ. പക്ഷേ ഇവിടെ വിൻ്ററിൽ ആരും വരരുത്, കാരണം എല്ലാ ചെടികളും കണ്ടില്ലേ ഇങ്ങനത്തെ കോലത്തിലാണ്. സമ്മർ, ഓട്ടം ആ സമയത്തേക്ക് നമുക്ക് ചിലപ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കാം. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും കണ്ടിട്ട് പോകാം. ചില ട്രീസൊക്കെ ഉണ്ട്, വിൻ്റർ ട്രീസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇത്രയും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ടിബ്ലിസി കാണാൻ പറ്റുന്നില്ലേ. ഇത് പോരാതെ നമ്മൾ എത്തിയിരിക്കുന്ന സ്പോട്ടാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റാച്യു ഉള്ള ഒരു സ്ഥലം. ഇവിടെ നിന്ന് നമുക്കിനി താഴോട്ടേക്ക് പോകണം. I'm talking about minimum age. I'm not talking about 60 or something. Minimum. Both? Yeah. Okay. You're from India. Karnataka, Kerala. Kerala. Kerala? Yeah. Uh-huh. What's the capital of Kerala? Trivandrum. Tiruvananthapuram. Tiruvandhuram in Malayalam. I've been in Tamil Nadu. Okay. അത് നമുക്ക് നാളെ രാത്രി ബ്യൂട്ടിഫുൾ വ്യൂ. ബോട്ട് റൈഡും കഴിഞ്ഞ് വെരി കോൾഡ് ആൻഡ് ദിസ് ഇസ് ജോർജിയൻ മുൾഡ് വൈൻ. മുൾഡ് എന്നാണോ പറയാ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇറ്റ് ഇസ് ജോർജിയൻ വൈൻ. അങ്ങനെ ഈ കണ്ണി കണ്ട സാധനങ്ങളെല്ലാം അടിച്ച് കയറ്റി ഞങ്ങൾ അവസാനം ഈ ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുള്ളാൻ മുട്ടി. സൈഡിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരു പബ്ലിക് വാഷ്റൂമും കണ്ടില്ല. അവസാനം ഒരു പബ്ബാണോ ബാറാണോ എന്ന് മനസ്സിലാക്കാത്ത ഒറ്റ കുട്ടിയില്ലാത്തൊരു പബ്ബ് കണ്ടു. അപ്പോൾ അവിടെ കയറിയപ്പോൾ ആരും ഇല്ല കേട്ടോ. അപ്പോൾ പക്ഷേ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവസാനം ഞങ്ങളിങ്ങനെ തപ്പി പോയപ്പോൾ ഉണ്ടടാ ഇവിടെ ഒരു പാർട്ടി നടക്കുക. ഒരു വെരി പ്രൈവറ്റ് സീക്രട്ട് ഇല്ല, ഒരു പ്രൈവറ്റ് പാർട്ടി ബൈ ദി ഓണേഴ്സ് ഓഫ് ദിസ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും എക്സ്ട്രീംലി എക്സ്ട്രോവേർട്സ് ആയതുകൊണ്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവസാനം ഞങ്ങളും അവിടെ ഇങ്ങോട്ട് കൂടി. ഞങ്ങൾ അവിടെ ഏകദേശം 3-4 മണിക്കൂർ നിന്നിട്ടുണ്ട്. അതിനുശേഷം അവർ തന്നെ ഞങ്ങൾ രാത്രി വീടെത്തിച്ചു. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ എങ്ങനെ കഷ്ടപ്പെട്ട് ബെഡിൽ നിന്ന് എണീറ്റ് പൊന്തി. Where are we going? അങ്ങനെ പറയാം. ചാച്ച നല്ലൊരാള് ചാച്ച അടിച്ചിട്ട് ആകെ ചാച്ചയായിട്ട് നടക്കായിരുന്നു. ആകെ അലമ്പായിട്ട് മഴയിൽ ഇങ്ങനെ ഉണക്കാട്ട ഓണം പോലെ കാറ്റ് അങ്ങോട്ട് ആടിക്കഴിഞ്ഞാൽ അങ്ങോട്ടാടും, ഇങ്ങോട്ട് ആടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടാടും. അതാണ് ചാച്ചയുടെ ഗുണം.
പിന്നെ പോണ വഴി ഇങ്ങനെ ഇവർ ട്രഡീഷണൽ ആയിട്ട് ഇവർ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റം കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് ചൂടോടെ ഈ സാധനം മേടിച്ച് കഴിച്ചു. സംഭവം ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു പട്ടിക്കുട്ടുണ്ടായിരുന്നു, അവനും കുറച്ച് കൊടുത്തു. ഞങ്ങൾ അത്യാവശ്യം കുറേ കാത്തഡ്രൽസും മൊണാസ്ട്രീസും പോയിട്ടോ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് ഇഷ്ടമാണ്. യൂഷ്വലി ജോർജിയ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ പോകണമെന്നില്ല. ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ അധികം കാത്തഡ്രൽസ് കവർ ചെയ്തു. പിന്നെ ഇത് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്കാണ്. എൻ്റെ ദൈവമേ, ഈ സാധനം ഞാൻ പറഞ്ഞാൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയാലും എന്നൊരു ആലോചിച്ചു. ഇതിൻ്റെ അപ്പുറത്താണ് റഷ്യ, ഇതിൻ്റെ അപ്പുറത്ത് അസർബൈജാൻ. നിൽക്കുന്ന സ്ഥലമാണ് വാൾ ഓഫ് ജോർജിയ. ഇതിൻ്റെ ഇങ്ങോട്ടേക്കുള്ളത് റഷ്യയും ഇങ്ങോട്ടേക്കുള്ളത് അസർബൈജാനും, ഈ സൈഡ് അല്ലേ? അങ്ങനെയാണ് പറഞ്ഞു. ഇവിടെ പണ്ട് കുറേ വാറൊക്കെ നടക്കുമായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ കാണാം കുറേ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ ഉണ്ടോ. അപ്പോഴും പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ് തോക്കുകൾ വെച്ചിട്ടാണ് വെടിവെക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് പിന്നെ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. പിന്നെ നമ്മളൊരു വൈൻ ടേസ്റ്റിംഗ് സെറിമണി ബുക്ക് ചെയ്തിരുന്നു. ഒബ്വിയസ്ലി വൈൻ ടേസ്റ്റ് ചെയ്യാണ്ട് ഒരു മേജർ വൈൻ പ്രൊഡ്യൂസിങ് കൺട്രിയിൽ നിന്ന് പോവാന്ന് പറയുന്നത് ആലോചിക്കാൻ തന്നെ വയ്യ. ഇപ്പം നമ്മൾ ഇവിടെയുള്ള സിഗ്നാഗിയിലുള്ള ഒരു വൈൻ ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ 2 വൈൻ ഫാക്ടറി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ ഒരെണ്ണമാണ് ഇത്. ഇതിൻ്റെ പേര് ഇവിടെ മുകളിൽ JSC കോർപ്പറേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ പേര് അറിഞ്ഞൂടാ. എനിവേസ്, അപ്പോൾ പേര് ഞാൻ കറക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ താഴെ ഇടുന്നതായിരിക്കാം. അപ്പോൾ ആ ഫാക്ടറിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നമുക്കൊരു ടൂർ പാക്കേജ് അല്ല, വൈൻ ടൂർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഓൺലി 8 ജൽ പെർ പേഴ്സൺ. അത് കുറവാണ്. 8 ജൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 റംസ് പെർ പേഴ്സൺ, അത്രേ ഉള്ളൂ. അത്യാവശ്യം അതിനൊക്കെ അടിച്ച് കയറ്റി കിളി പറയുന്നതുകൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീടെത്തി ഞാനൊരു മഷ്റൂം സൂപ്പൊക്കെ കുടിച്ച് കിടന്നുറങ്ങി. ഇതാ നെക്സ്റ്റ് ഡേ ആയി. എത്ര പെട്ടെന്നല്ലേ. ഇന്ന് നമ്മൾ യൂഷ്വലി ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്, വിച്ച് ഈസ് ഇൻ ആൻഡ് അറൗണ്ട് ടിബ്ലിസി സിറ്റി. Next, we are at the very famous spot which is known as the Chronicles of Georgia. വീണ്ടും നമ്മൾ എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കായ പൊമഗ്രനേറ്റ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അതിനുശേഷം we are continuing our journey. We loved Levan so much. Levani. Levani, but I called him Levan. Oh really? Levani, we bought chocolate for his children and one wine bottle for him and his wife. Which one? This is not old. Скажи. Я же тебе всегда говорю.
വിശന്ന് പണ്ടാറടങ്ങിയപ്പോൾ ഇതേപോലത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോർ ആണെന്ന് തോന്നുന്നു, അതോ സൂപ്പർ മാർക്കറ്റ് എന്ന് എന്തുവേണമെങ്കിൽ പറയാം. അവിടെ ഫുഡും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിർത്തി കുറച്ച് ജോർജിയൻ ക്യുസീൻ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നമ്മളിൻ്റെ പുതിയ സ്പോട്ടിലേക്ക് പോവുകയാണേ. അപ്പാരൻ്റ്ലി ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. പുള്ളിക്കാരൻ പറഞ്ഞത് സാധാരണ ജോർജിയയുടെ ഒരു ഭംഗിയുള്ളായിരിക്കുന്നു സമ്മറോ അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈമിലൊക്കെ വന്ന് ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മളിപ്പോൾ പോകുമ്പോൾ ഏകദേശം ഒരു കുറ്റിക്കാടൊക്കെ പോലെയുണ്ട്. ബട്ട് എനിവേയ്സ് നമുക്ക് അത്യാവശ്യം സമയമുള്ളത് കൊണ്ട് വി തോട്ട് വിൽ ഗോ. അങ്ങനെ നമ്മളിവിടെ ഖോത്തി മൗണ്ടൻ്റെ മുകളിലാണുള്ളത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് വിചാരിക്കാം. ഇവിടെ പണ്ട് ഇവിടുത്തെ ജോർജിയയിലെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത് സെയിൻറ്റ് നീനോ എന്ന് പറഞ്ഞ ഒരു സെയിൻ്റാണ്. അപ്പോൾ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഏത് സെഞ്ച്വറിയിലാന്ന് പറഞ്ഞാൽ തേർഡ് സെഞ്ച്വറിയിൽ ഇവിടെ സെയിൻറ്റ് നീനോ വന്നത്. തേർഡ് സെഞ്ച്വറിയിൽ സെയിൻറ്റ് നീനോ ഇവിടെ വന്ന് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞു ജോർജിയൻസിനെ. അപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള ഈ ഒരു മൗണ്ടിൻ്റെ ഹിസ്റ്റോറിക്കൽ കഥ എന്താണെന്നുള്ളത് നമുക്ക് വേറൊരു വിളിച്ചിട്ട് ചോദിക്കാം. ഓർമ്മയുണ്ടല്ലോ. യെസ്, കണ്ടിന്യൂ പ്ലീസ്. സെയിന്റ് നീനോ ഇവിടുത്തെ ഫസ്റ്റ് ക്രിസ്ത്യൻ കിങ്ങും ക്വീന്റെ അടുത്തും സംസാരിച്ചിരുന്നു ക്രിസ്ത്യാനിറ്റി മാറ്റാനാണ്. അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ, അതായത് ന്യൂ ടെസ്റ്റമെന്റിലേക്ക്. അപ്പോ രാജയ്ക്ക് കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാജി പറഞ്ഞു നീനോന്റെ അടുത്ത് എന്റെ രോഗങ്ങളൊക്കെ മാറ്റിയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറാമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാറ്റി കൊടുത്തു. അത് മാറിയപ്പോ അവര് അപ്പൊ തന്നെ അതായത് ബാപ്റ്റൈസ്ഡ് ആയി. അപ്പൊ ആ സമയത്ത് രാജ്ഞിയുടെ ഭർത്താവ്, അതായത് അന്നത്തെ രാജാവ് ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സെയിന്റ് നീനോ എന്ന് പറയുന്ന മൗണ്ട് ടീറ്റോ ഈ ഒരു സ്ഥലത്ത് വേട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ന്യൂസ് കേട്ടതില് പുള്ളി നേരെ പോയി രാജ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോണ വഴി പുള്ളി പെട്ടെന്ന് അന്ധനാവുന്നു. അങ്ങനെ പടയാളികളെല്ലാം കൂടി പുള്ളിനെ എങ്ങനെയെങ്കിലുമൊക്കെ പെരയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ പുള്ളി പലയിടത്തും പ്രാർത്ഥിക്കും. പുള്ളി പല ദൈവങ്ങളെ, അതായത് പ്രൊണൗൺസ് ചെയ്യുന്നതാണ് പുള്ളി പറയുന്നത്, നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത് വീണ്ടും. അങ്ങനെ പലവരെയും പ്രാർത്ഥിക്കും. പിന്നെ സെയിന്റ് നീനോ പറയും കർത്താവിൻ്റെ പേരെടുത്ത് കഴിഞ്ഞാൽ, അതായത് സെയിന്റ് നീനോ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുള്ളൂ. അങ്ങനെ അത് നടക്കുന്നു. And then he gets beautiful. Yes. Can you show them? And Alaku was so sweet to take us. Thank you very much. Take us we are here. one of the few people who have actually come here to this place. no one. No. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി മോഡിക്ക് നടക്കാം. ഇവിടുത്തെ ക്രോസ് ഇസ് ആക്ച്വലി ഈ ഒരു ഷേപ്പ് താഴത്തേക്ക് ഫേസ്ഡ് ആണ്. കാരണം ഫസ്റ്റ് ക്രോസ് ഉണ്ടാക്കിയത് ഗ്രേപ്പ് വൈനോ അങ്ങനെ എന്തോ ഒരു മരം വെച്ചിട്ടാണ്, അതിൻ്റെ വടി വെച്ചിട്ടാണ്. അത് ഈ സെയിന്റ് നീനോ പുള്ളിക്കാരുടെ മുടി കൊണ്ട് കെട്ടി ഇങ്ങനെ ക്രോസ് ഷേപ്പ് ആക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഈ ഷേപ്പ്, ഈ ഷേപ്പാണ്. നമ്മൾ വിൻ്ററിലായതുകൊണ്ടാണ് ഇവിടെ ഇത്ര പോലെ ഇങ്ങനെ ഒരു ഡ്രൈ ലുക്ക് കിട്ടുന്നത്. അപ്പോൾ സമ്മറിലോ ഓട്ടമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതിപ്പോൾ അത്രയും ഇങ്ങനെ ഒരു അറിയാത്തൊരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ലായിരുന്നു. കാണുന്നവർക്ക് അറിയുന്നവർക്ക് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലാത്തവരുണ്ടെങ്കിൽ യു ഹാവ് ടു ഡെഫിനറ്റ്ലി കം ടു ദിസ് പ്ലേസ്. Parmesan cheese.
പാഴ്സമൻ. Thank you. വെരി ടേസ്റ്റി. എന്താ നിനക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു? Little only. So you guys can share. No, me, I'm not eating cheese, no meat. Then what are you? ചീസ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണെങ്കിലും ചീസ് കഴിച്ച് പണ്ടാറാണോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഏകദേശം കറങ്ങി ചുറ്റി അവിടെ ഇവിടെയൊക്കെ പോയൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയെങ്കിലും നമ്മളുടെ ഡേ എപ്പോഴും തീരുന്നില്ല. ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ഫെസ്റ്റീവ് സ്പോട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ ഇങ്ങനെ കുഞ്ഞി അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നല്ല, ഈ ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ ഉണ്ടാവില്ല അതുപോലത്തെ. പക്ഷെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു കേബിൾ കാർ എടുക്കണം. ആൻഡ് ദിസ് ഇറ്റ് സെൽഫ് വാസ് വെരി നൈസ്. കാരണം ഒരു ടോൾ പോയിന്റിലാണ് ഈ ഒരു ഏരിയ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ ബൂത്ത് കണ്ടു. അപ്പോൾ അതിനകത്ത് പോയി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ജോർജിയയിൽ ക്രിസ്മസ് ഇസ് സെലിബ്രേറ്റഡ് ഓൺ Jan 7th. അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസ് പിന്നെ ക്രിസ്മസ് ട്രീ എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇന്നിപ്പോൾ Jan 3rd ആണ്. ചിലപ്പോൾ 6th നൈറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു, നോക്കാം. പക്ഷെ ഇപ്പോഴും ക്രിസ്മസ് വൈബ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടുത്തെ അവർ ഇത് ജയന്റ് വീലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് ഈ ഒരു ഫ്രീ ഫോട്ടോ തന്നു. അങ്ങനെ നമ്മുടെ എത്രാമത്തെയോ ദിവസം കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ജോർജിയയിൽ. എനിക്ക് ഡേയ്സിന്റെ കൗണ്ട് ഓർമ്മയില്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ വി വർ ദേർ ഫോർ എ പ്രിറ്റി ലോങ് ടൈം, എസ്പെഷ്യലി ഫോർ എ വിന്റർ ട്രിപ്പ്. ബാക്കി ജോർജിയ വിശേഷം ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. സി യാ.